നമസ്കാരം. നമുക്ക് ടൂ വീലറിൽ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ടൂ വീലറിന്റെ മൈലേജിന് നമുക്ക് സേവ് ചെയ്യാം. മൈലേജ് നല്ല രീതിയിലുള്ള ഒരു ടൂ വീലറായിട്ട് മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും ഇന്നൊക്കെ ഒരുപാട് പാർക്കിങ്ങിന്റെ ഇഷ്യൂസ് ഉള്ള, അതുപോലെ തന്നെ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ വെയിലിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക. വെയിലത്താണ് നമ്മൾ എപ്പോഴും ടൂ വീലർ പാർക്ക് ചെയ്യാറ് അല്ലേ. അപ്പൊ അതിന്റെ ടാങ്ക് അധികം ടൂ വീലേഴ്സിന്റെ ടാങ്ക് ഒക്കെ മോൾ ഭാഗത്തായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചൂടായിട്ട് നമുക്ക് അത് മൈലേജിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഈ പാർക്ക് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. കുറച്ച് തണലുള്ള ഭാഗങ്ങളിൽ പാർക്ക് ചെയ്യാനായിട്ട് ശരിക്കും, അല്ലെങ്കിൽ ഒരു കവർ ഉപയോഗിച്ചത് മൂടിയിടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പലരും ന്യൂട്രൽ ഇട്ട് വെച്ചിട്ട് പോകുന്നത് നമ്മൾ കാണാം. അപ്പോൾ നമ്മളിപ്പം പലപ്പോഴും നമ്മൾ നിർത്തുമ്പോൾ അത് ന്യൂട്രൽ ഇട്ട് വണ്ടി ഓൺ ആയിരിക്കും എപ്പോഴും അല്ലെ. അപ്പൊ നമ്മൾ അങ്ങനെ നിർത്തേണ്ട അവസരങ്ങളിൽ, വെയിറ്റ് ചെയ്യേണ്ട അവസരങ്ങളിലൊക്കെ അത് ഒന്ന് ഓഫ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞ് നമ്മൾ പോകുമ്പം സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മുടെ മൈലേജിനെ ഒരുപാട് ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ സ്പീഡ്, അമിത വേഗത, അത് രണ്ട് രീതിയിലാണ് ബാധിക്കുന്നത്. അപ്പൊ മൈലേജിനെക്കാളും ഉപരി ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, അമിത വേഗത എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ തന്നെ ത്രട്ടനം ചെയ്യുന്ന ഒരു കാര്യമാണ്. റോഡ് നിയമങ്ങളും മറ്റും പാലിച്ച് റോഡിന്റെ വേഗത പരിധിക്ക് അനുസരിച്ച് ഓടിക്കുക. എപ്പോഴും നമ്മൾ അമിത വേഗത്തിൽ പോകുമ്പോൾ നമുക്ക് പെട്രോൾ അതായത് ഫ്യൂവൽ എക്കണോമിയെ ശരിക്ക് ബാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ടയർ പ്രഷർ, ഞാൻ പലപ്പോഴും മുന്നത്തെ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ടയർ പ്രഷർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ടയർ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്ക് നമ്മുടെ ഫ്യൂൽ എക്കണോമിയെ സേവ് ചെയ്യാനായിട്ട് നമ്മുടെ ടയറിലെ പ്രഷർ എപ്പോഴും എന്താണോ മാനുഫാക്ചറർ റെക്കമെൻഡ് ചെയ്യുന്നത് ആ പ്രഷറിൽ തന്നെ വെച്ച് വാഹനം ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വളരെ കൃത്യമായ, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ വാഹനത്തെ മെയിൻറ്റെയിൻ ചെയ്യുക. അത് പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ, വർക്ക്ഷോപ്പുകളിലും അതുപോലെയുള്ള മെയിൻ്റനൻസ് ഷോപ്പുകളിലും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കേഴ്സ് ഉള്ള മെയിൻ്റനൻസ് ഷോപ്പുകളിൽ കൊടുത്ത് നല്ല രീതിയിലുള്ള ഒരു മെയിൻ്റനൻസ് വാഹനത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് വാഹനം നല്ല രീതിയിൽ ഓടിക്കാനും അതോടൊപ്പം തന്നെ നല്ല മൈലേജും മറ്റു കാര്യങ്ങളും അപകടമില്ലാതെ, അതായത് സേഫ്റ്റി ആയിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. നന്ദി, നമസ്കാരം.